വെറും 2 വർഷത്തിനുള്ളിൽ കുതിക്കുന്ന ക്രൂഡ് ഓയിൽ വില കൂപ്പുകുത്തി പകുതിയിലെത്തുമെന്ന ഇന്ത്യക്ക് ഏറെ ആശ്വാസകരമാകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് 2027 സാമ്പത്തിക വർഷ അവസാനത്തോടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $30 നിലവാരത്തിലേക്ക് കുത്തനെ ഇടിയുമെന്നാണ് ലോകത്തെ പ്രമുഖ നിക്ഷേപ ബാങ്കുകളിലൊന്നായ JP മോർഗൻ ചേസ് പ്രവചിച്ചിരിക്കുന്നത്. ഇതിന് കാരണം കൂടിയ തോതിൽ വിപണിയിൽ സപ്ലൈ ഉണ്ടാകുമെന്നതാണ് റിപ്പോർട്ട്. അതായത് ആഗോള ഡിമാൻഡ് വളർച്ചയേക്കാൾ വളരെ കൂടുതൽ വേഗത്തിൽ സപ്ലൈ വർദ്ധിക്കുമെന്ന് വിശകലനം. എണ്ണ ഇറക്കുമതി കൂടുതലുള്ളത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് വിലക്കുറവിൽ വൻ ആശ്വാസകരമാകും. പണപ്പെരുപ്പം കുറയ്ക്കുവാനും ഇറക്കുമതി ചെലവ് ലാഭിക്കുവാനും സഹായിക്കുമെന്നും. എന്നാൽ $40 താഴെ വിലയിലെത്തിയാൽ അമേരിക്കൻ ഷെയിൽ ഉൾപ്പെടെ ഉയർന്ന ചെലവ് ഉൽപാദകർക്ക് വൻ നഷ്ടമുണ്ടാക്കും. ഒപെക് പ്ലസ് നയങ്ങൾ, ഷെയിൽ ഉൽപാദനം, ഇൻവെന്ററി നില, ആഗോള സാമ്പത്തിക സ്ഥിതി എന്നിവയെല്ലാം ഭാവിയിൽ എണ്ണവിലയെ സ്വാധീനിക്കും. ഏകോപിത ഉൽപാദന നിയന്ത്രണമോ അപ്രതീക്ഷിത ഡിമാൻഡ് വർധനയോ ഇല്ലെങ്കിൽ എണ്ണ വിപണി ദീർഘകാലം കുറഞ്ഞ വിലയിൽ തന്നെ തുടരാനാണ് സാധ്യതയെന്നാണ് JP മോർഗൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് സൗദി അറേബ്യ, UAE, ഇറാൻ തുടങ്ങിയ ക്രൂഡ് ഓയിൽ ഉൽപാദക രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായേക്കാം. 2025 ആഗോള എണ്ണ ഉപഭോഗം ദിവസം 0.9 മില്യൺ ബാരൽ വർദ്ധിച്ച് 105.5 മില്യൺ ബാരൽ ഉയരുമെന്നാണ് പ്രതീക്ഷ. 2027ഓടെ 1.2 മില്യൺ ബാരൽ വരെ എത്തിയേക്കാമെന്നും. എന്നാൽ സപ്ലൈ വളർച്ച 2025ഉം 26ഉം ഡിമാൻഡിന്റെ 3 ഇരട്ടി വേഗത്തിലായിരിക്കുമെന്നാണ് JP മോർഗൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഒപെക് ഇതര രാജ്യങ്ങളിൽ നിന്നുമുള്ള ഉൽപാദന വർധനവാണ് ഇതിന് പ്രധാന കാരണം. അമേരിക്ക, ബ്രസീൽ, ഗയാന തുടങ്ങിയ രാജ്യങ്ങൾ 2027 വരെയുള്ള സപ്ലൈ വർധനയുടെ പകുതിയും നൽകുമെന്നാണ് കണക്കാക്കൽ. ഷെയിൽ ഓയിൽ കാര്യക്ഷമതയും ഓഫ് ഷോർ പ്രോജക്റ്റുകളും ഇതിനകം ആക്കം കൂട്ടും. 2025 0.5 മില്യൺ ബാരൽ, 2026 0.9 മില്യൺ ബാരൽ, 2027 0.4 മില്യൺ ബാരൽ എന്നിങ്ങനെ ഓഫ് ഷോർ ഉൽപാദനം വർദ്ധിക്കുമെന്നാണ് പ്രവചനം. 2029 വരെയുള്ള മിക്ക FPSO യൂണിറ്റുകളും ഇതിനകം അനുമതി ലഭിച്ചതിനാൽ ഭാവി സപ്ലൈയിൽ വ്യക്തതയുണ്ട്. അമേരിക്കൻ ഷെയിൽ വളർച്ച മന്ദഗതിയിലാണ് എങ്കിലും കാര്യക്ഷമത വർദ്ധിപ്പിച്ച് ഉയർന്ന ഉൽപാദനം നിലനിർത്തുന്നുണ്ട്. അർജന്റീനയിലെ വാക്ക മുവേർട്ട ഷെയിൽ മേഖലയും കുറഞ്ഞ ചിലവിൽ വൻ സാധ്യതകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. $50 മധ്യനിരയിൽ വില നിലനിൽക്കുന്നിടത്തോളം ഷെയിൽ ഉൽപാദനം തുടരുമെന്നാണ് വിലയിരുത്തൽ. ഈ വർഷം തന്നെ ആഗോള സ്റ്റോക്ക് ദിവസം 1.5 മില്യൺ ബാരൽ വർദ്ധിച്ച് 2026 2.8 മില്യൺ ബാരലും 2027 2.7 മില്യൺ ബാരലും അധിക സപ്ലൈ ഉണ്ടാകുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതോടെ 2026ഓടെ ബ്രന്റ് വില $60 താഴെ എത്തും. 2027ഓടെ $42 ശരാശരിയിലെത്തി $30 വരെ താഴാനും സാധ്യതയുണ്ട് എന്നും JP മോർഗൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എങ്കിലും $30 വില പൂർണ്ണമായും സംഭവിക്കില്ല എന്നും 2026 ശരാശരി $58 ആയിരിക്കുമെന്നുമാണ് ബാങ്കിന്റെ ഔദ്യോഗിക പ്രവചനം. നിലവിൽ ബ്രന്റ് വില $60 മുകളിലാണ്. എന്തായാലും റിപ്പോർട്ടുകളെല്ലാം ഇന്ത്യക്ക് ഏറെ ഗുണം ചെയ്യും എന്നത് തന്നെയാണ് വാസ്തവം.